ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയൽ വേൾഡ്. റോയൽ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ചെയ്യാൻ വന്നത് ഫ്രോൺസ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. മാരുതിയുടെ ഏറ്റവും പുതിയൊരു വണ്ടിയാണ് ഫ്രോൺസ്. ആ ഫ്രോൺസിൽ നമ്മളൊരു 360 ക്യാമറ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ വേറെ കുറച്ച് വർക്കുകൾ നമ്മളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 360 ക്യാമറ എന്ന് പറയുമ്പോൾ ശരിക്കും 4 ക്യാമറ വരും. 2 മിററിൽ, ലെഫ്റ്റ് റൈറ്റ് മിററിൽ, അതേപോലെ തന്നെ ബാക്ക്, അതേപോലെ തന്നെ ഫ്രണ്ടിൽ. അപ്പോൾ 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അതോട് കൂടിയിട്ട് ഒരു 360 ക്യാമറയും കൂടിയിട്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൽ ചെയ്യുന്ന വേറെ വർക്കുകളും ഉണ്ട്. അപ്പോൾ ആ വർക്കുകളെല്ലാം നമുക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സീറ്റ് കവർ നമ്മൾ ചെയ്യുന്നുണ്ട്, സീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അടിയിൽ വിനൈൽ മാറ്റ് ഇടുന്നുണ്ട്, പിന്നെ 5D മാറ്റ് ഇടുന്നുണ്ട്, ഡിക്കിയിലേക്കുള്ള ബൂട്ട് മാറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിലേക്കുള്ള സ്പീക്കർ അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ലെഫ്റ്റിൽ റൈറ്റിലും മിററിലുള്ള സ്പീക്കറിൻ്റെ ഫിറ്റിങ്സും അവിടെ ഏതാണ്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സീറ്റിൻ്റെ കവർ നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ വിൻഡോ ഗാർണിഷ് ലോവർ ഉണ്ട്. അപ്പോൾ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അടിപൊളിയായിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മളിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും 50 വാട്ട് തന്നെ വരുന്നുണ്ട്. 4 ചാനൽ വരുന്നുണ്ട്. 50 വാട്ടും ഓരോ ചാനലിൽ നമുക്ക് വരുന്നുണ്ട്. സാധാരണ പൈനിയർ സോണിരെ പോലെ തന്നെയുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ഈ സെറ്റിലും നമുക്കത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സൈഡിലെ മിററിൻ്റെ ഭാഗങ്ങളാണ്. ആ സൈഡ് മിററിൽ വരുന്ന ലൈറ്റുകൾ, ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റുകളും അതാണ് നമ്മൾ ഊരി വെച്ചിരിക്കുന്നത്. സൈഡ് മിററിൽ നമ്മൾ ഒരു ക്യാമറ, ലെഫ്റ്റ് റൈറ്റ് മിററിൽ ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ കവറാണ് ഊരി വെച്ചിരിക്കുന്നത്. ക്യാമറയുടെ ഫിറ്റിങ്സ് അവിടെ കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് വേറൊരു പ്രത്യേകത, 9 ഇഞ്ചിൻ്റെ സിസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ 360 ക്യാമറ ആഡ് ചെയ്യണമെങ്കിൽ വയർ കട്ടിങ്ങോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും നമുക്കിതിൽ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് എന്ന് വെച്ചാൽ കുറച്ചധികം സമയം നമുക്കെടുക്കും. 360 ക്യാമറ ഫിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം വേണം. വണ്ടിയിൽ ഒരിക്കലും 360 ക്യാമറയ്ക്കുള്ള വയറിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് വയറിങ്ങും കാര്യങ്ങളും വലിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഫുൾ ഫിറ്റിങ്സ് കഴിഞ്ഞു. കണ്ട, നമ്മൾ ഡോറിൻ്റെ മറ്റേ മിററിൻ്റെ കവറും കാര്യങ്ങളും പൊട്ടിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്കുകളാണ് വിൻഡോ ഗാർണിഷ് ലോവർ, അതേപോലെ തന്നെ റെയിൻ ഗാർഡ് പ്ലെയിൻ ആയിട്ടുള്ളൊരു റെയിൻ ഗാർഡാണ്. അതേപോലെ ബാക്കിലേക്ക് നമ്മൾ ഒരു ബമ്പറിൽ വരുന്ന റിഫ്ലക്ടർ മാറ്റിയിട്ട് നമ്മൾ അതിലൊരു LED ഫിറ്റ് ചെയ്യുന്നുണ്ട്. ആ 2 സൈഡിൽ വരുന്നൊരു റിഫ്ലക്ടർ ഉണ്ടല്ലോ, ബമ്പറിൻ്റെ 2 സൈഡിൽ നീളത്തിൽ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു റിഫ്ലക്ടർ ഉണ്ട്. ആ റിഫ്ലക്ടർ മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് LED ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കണക്റ്റിംഗ് LED നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ കണക്റ്റിംഗ് LED ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. പല വണ്ടികൾക്കും കണക്റ്റിംഗ് LED നമ്മൾ ഡിക്കുമ്പോൾ വരുന്ന നീളത്തിൽ വരുന്ന LED നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ വിൻഡോ ഗാർണിഷ് ലോവറും അതേപോലെ തന്നെ റെയിൻ ഗാർഡ് 3 പീസ് വരും. ക്വാർട്ടർ ഗ്ലാസിൻ്റെ അറ്റം വരയ്ക്ക് വരുന്നുണ്ട്. റെയിൻ ഗാർഡ് നമ്മൾ സാധാരണ റെയിൻ ഗാർഡാണ്. അതിന് ക്രോം ഫിനിഷിങ് ഇല്ലാത്ത തരം റെയിൻ ഗാർഡാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതേപോലെ സീറ്റിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതുമാത്രമല്ല, നമുക്ക് ഇതിൻ്റെ വർക്ക് ചെയ്ത് ഈ ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ട് ക്യാമറയുടെ വർക്കിങ്ങും ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ക്യാമറകൾ ഫിറ്റ് ചെയ്താണ് ഞാൻ കാണിക്കുന്നത്. ഫ്രണ്ടിലത്തെ ക്യാമറ, ബാക്കിലത്തെ ക്യാമറ ഞാൻ കാണിച്ചു. അതേപോലെ ലെഫ്റ്റ് റൈറ്റും മിററിലും വരുന്ന ക്യാമറ നമുക്കൊന്ന് സെറ്റ് വർക്ക് ചെയ്യിച്ച് കാണാം. ഇതാണ് സെറ്റ് വരുന്നത്. സെറ്റ് നമ്മൾ സ്നാപ്ട്രോണിക്സിൻ്റെ സെറ്റാണ് വെച്ചേക്കുന്നത്. ഇത് ബാഡ് വ്യൂ ആണ്. 3D പൊസിഷനിൽ നമുക്ക് വണ്ടിയുടെ എല്ലാ സൈഡും നമുക്ക് കറക്റ്റായിട്ട് കാണാം. ആ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ 4 സൈഡും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ വണ്ടിയുടെ ബാക്ക്, ഇത് ഫ്രണ്ട് ഒന്നൊരു വൈഡായിട്ട് കാണും ചെയ്യാം. ബാക്ക് നന്നായിട്ട് വൈഡായിട്ട് കാണാം. പിന്നെ ലെഫ്റ്റ് റൈറ്റും വരുന്നുണ്ട്. ലെഫ്റ്റ്, ഇത് റൈറ്റ്, അതിനൊക്കെ ഓരോ പൊസിഷനിലും നമുക്ക് കാണാം. ഇതിപ്പോൾ 2 ലെഫ്റ്റ് റൈറ്റ് ഒന്നിച്ച് കാണാം. അതേപോലെ തന്നെ നമ്മളിത് ഫ്രണ്ട് വൈഡായിട്ട് കാണുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കൊണ്ടിരിക്കില്ല, ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഓൺ ആവും. ഇപ്പോൾ ഞാൻ ഇത് ഇൻഡിക്കേറ്റർ ഓൺ ആക്കിക്കാണ്. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വർക്കിംഗ് വന്നത്. ഇനി ഞാൻ ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് ഇടാൻ കണ്ടത്, അപ്പോൾ റൈറ്റിലേക്ക് വന്നു. അത് വണ്ടി ഓടിക്കൊണ്ടിരിക്കാൻ നമ്മൾ തിരിക്കാൻ വേണ്ടിയിട്ട് എവിടേക്കാലും നമ്മൾ ടേൺ ചെയ്യുമ്പോൾ ആ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്യാമറ ഓൺ ആവുകയും നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളും ആ സൈഡ് കാണാനെല്ലാം സാധിക്കും. അതുപോലെ തന്നെ ബാക്കിലെ ക്യാമറ വൈഡായിട്ട് കാണാവുന്ന ഒരു ക്യാമറയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് 360 ക്യാമറ വെച്ചാലുള്ള ഗുണങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ ഫ്രണ്ട് ബാക്ക് ഫുൾ സൈഡ് വണ്ടിയുടെ ഫുള്ളായിട്ട് നമുക്ക് അതിൽ കവർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് കറക്റ്റായിട്ട് കിട്ടും.
സാധാരണ നമുക്ക് ഫ്രണ്ടും ബാക്ക് ക്യാമറ ആയാലും കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് കിട്ടില്ല, സൈഡ് മിററിൽ നോക്കി ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഇത് സീറ്റ് ആംറസ്റ്റ് നമ്മൾ ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആംറസ്റ്റ് സ്ലൈഡിങ് ടൈപ്പ് ആംറസ്റ്റാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് സീറ്റ് അതിന് ഊരി സീറ്റിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സീറ്റിന്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് സീറ്റുകൾ അതിന് ഊരി. ഇതാണ് ആംറസ്റ്റിനെ ഒന്നുകൂടി കാണിച്ചു തരണം. ഈ സ്ലൈഡിങ് ടൈപ്പ് ആംറസ്റ്റാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ആംറസ്റ്റ് ശരിക്കും ഫ്രോൺസ്, അതേപോലെ തന്നെ ഗ്ലാൻസ, അതേപോലെ തന്നെ ബലേന, അതിലേക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഈ യൂണിവേഴ്സിൽ വരുന്ന ഒരു എല്ലാ വണ്ടികൾക്കും നമ്മൾ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ് നോക്കിയാൽ സീറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോഫി ബ്രൗണും അതേപോലെ തന്നെ ബ്ലാക്കും കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ഇന്റീരിയർ വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് നല്ല മാച്ചും കൂടിയാണ്. ശരിക്കും ഡോർ പാഡ് അതേപോലെ തന്നെ ഡാഷ് ബോർഡിലൊക്കെ നമുക്ക് കോഫി ബ്രൗൺ കളർ വണ്ടിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലാക്കും കോഫി ബ്രൗണും കൂടിയിട്ട്. അപ്പോൾ ഈ മോഡലിൽ കുറേ സീറ്റുകൾ നമ്മൾ ഗ്ലാൻസയ്ക്ക്, അതേപോലെ ഫ്രോൺസ്, അതേപോലെ തന്നെ ബലേന, ഇത് ഈ മൂന്ന് വണ്ടിയുടെയും സീറ്റ് സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ മൂന്ന് വണ്ടിയുടെ പേര് എടുത്ത് പറഞ്ഞത്. അതിൻ്റെ കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല മോഡലിലുള്ള സീറ്റുകൾ ചെയ്തതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇതേപോലെ തന്നെ അടിയിൽ നല്ലൊരു വിനയൽ മാറ്റിൻ്റെ പ്രത്യേകത നല്ല കട്ടിയുള്ള റെസ്പോൺസീവ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അടിപൊളിയായിട്ടുള്ളൊരു മാറ്റാണ് നമ്മളതിലേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഫിറ്റിങ്സ് കഴിഞ്ഞതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലെ സീറ്റ് നമ്മൾ കയറ്റി റൈറ്റ് സൈഡിലെ മാറ്റിൻ്റെ ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആംറസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ നമുക്കറിയാം ഡോർ പാഡും അതേപോലെ തന്നെ സീറ്റുമത്തെ കോഫി ബ്രൗണും നല്ല മാച്ചാണ്. അത് തന്നെ നമുക്ക് ഡാഷ് ബോർഡും കൂടി ആ കോഫി ബ്രൗൺ വരുന്നുണ്ട്. ഇനി അപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും കൂടി നമുക്ക് കാണാതെ. ഫുൾ വർക്ക് അവിടെ കഴിഞ്ഞ് അവിടെ സീറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിലൊരു മാർക്ക് ചെയ്തിട്ടുണ്ടാവും, മാർക്കിങ് ഇട്ടിട്ടുണ്ടാവും. അല്ല, ഇനി നമ്മൾ ലാസ്റ്റ് ഫിറ്റിങ് കഴിയുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ മാർക്ക് മാച്ച് കളയും. അപ്പോൾ വിനയൽ മാറ്റും അടിപൊളിയായിട്ട് വിനയൽ മാറ്റിൻ്റെ വർക്ക് ഫിറ്റിങ്സും കഴിഞ്ഞു. അതേപോലെ തന്നെ ആംറസ്റ്റ്, സീറ്റ്, ഇത്രയും വർക്ക് നമുക്ക് ഉള്ളിൽ. അതേപോലെ തന്നെ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം, അത് സ്നാപ്ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റീരിയോ ആണ്. ഏതാണ്ട് ഷാർപ്പിൻ്റെ പോലെ തന്നെ 50 വാട്ടോളം ഔട്ട്പുട്ട് വരുന്ന ഒരു സ്റ്റീരിയോ ആണ് നമ്മൾ സ്നാപ്ഡ്രാഗണിൻ്റെ നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഇതിലുണ്ടായിരുന്ന കമ്പനി സ്റ്റീരിയോ ആണ്. അപ്പോൾ കമ്പനി സ്റ്റീരിയോ നമുക്കറിയാം അത് ഡിസ്പ്ലേ ഉള്ള സ്റ്റീരിയോ ആണ്. എന്നിട്ട് പോലും അവരിത് മാറ്റിയിട്ടാണ് 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ തന്നെ 360 ക്യാമറയും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ, ഇപ്പോൾ ഫ്രോൺസിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ തന്നെ റിയർ ബമ്പറിൽ നമ്മളതിൻ്റെ റിഫ്ലക്ടർ മാറ്റിയിട്ട് നമ്മൾ അതിലൊരു LED ആഡ് ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ടുള്ള ആ വർക്കും കൂടി നമുക്കതിൽ ചെയ്യാനുണ്ട്. അതുകൂടി ചെയ്തിട്ട് ഞാൻ ആ വീഡിയോയും കൂടി ഒന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് അറിയാം അതിൽ 5D മാറ്റ് നമ്മൾ 5D മാറ്റ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള വർക്കുകൾ നമ്മുടെ കഴിഞ്ഞത് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് കാണിക്കുന്നു. സീറ്റ് കവർ നല്ല അടിപൊളി സീറ്റ് കവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ റിയർ റിഫ്ലക്ടർ LED നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. കണ്ട, അപ്പോൾ ലെഫ്റ്റിൽ ഇൻഡിക്കേറ്ററും അത് ഫ്ലാഷ് ചെയ്യണം വേണ്ട. ഇനി ഇപ്പോൾ റൈറ്റിൽ ഇടണം. ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് കത്തിങ്ങി ഹസാർഡ് ഓൺ ചെയ്യണമെങ്കിൽ രണ്ടും ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡിൽ ഓൺ ആക്കണമെങ്കിൽ റൈറ്റ് സൈഡിൽ വർക്ക് ചെയ്യും. ഇത്രയും വർക്കാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ഈ വണ്ടി വന്നേക്കണത് പത്തനംതിട്ട എന്നാണ് കേട്ടോ. പത്തനംതിട്ടയിൽ നിന്ന് റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. കാലത്ത് അവർ വന്നു. ഇപ്പോൾ ഏതാണ്ട് എനിക്ക് ഒരു 3:30-4 മണിയായി. 4 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഫുൾ വർക്ക് കഴിഞ്ഞു. അവർ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ വർക്കുകൾ കഴിഞ്ഞപ്പോൾ ഈ വണ്ടിയിലത്തെ ഫുൾ വർക്ക്, ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് ലോറ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒട്ടിക്കുന്നുള്ള ആ വർക്കും കഴിഞ്ഞു. റെയിൻ ഗാർഡ് ഒട്ടിച്ചു. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ വണ്ടി വല്ലവരും എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.